Dear students, welcome to Plus 2 Zoology. We continue the chapter Principles of Inheritance and Variation. ഇവിടെ ഇന്ന് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? എ ക്രോസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് വിച്ച് ഡിഫർ ഇൻ വൺ ക്യാരക്ടർ. ഇവിടെ 2 ക്യാരക്ടേഴ്സ് ആണ് മെൻഡൽ എടുത്തത്. അതായത് ഷേപ്പ് ഓഫ് ദ സീഡും കളർ ഓഫ് ദ സീഡ്. Shape of seed, color of seed. 2 ക്യാരക്ടേഴ്സ് ഓൾറെഡി നമ്മൾ പഠിച്ചു. 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അല്ലത് 2 അതിൻ്റെ ഒപ്പോസിങ് ട്രേറ്റ്സ് അറിയാം. ഷേപ്പ് ഓഫ് സീഡ് എന്താണ്? പയർ ചെടികളിലെ റൗണ്ട് അല്ലെങ്കിൽ റിങ്കിൾഡ് 2 ട്രേറ്റ്, റൗണ്ടും റിങ്കിൾഡുമാണ്. പിന്നെ കളറ് യെല്ലോ ഡോമിനൻ്റ്, ഗ്രീൻ റിസസീവ്. ഇതിൽ 2 ഡോമിനൻറ്റ് ട്രേറ്റ്സ്, റൗണ്ട് യെല്ലോ, പിന്നെ റിങ്കിൾഡ് ഗ്രീൻ. ഇങ്ങനെയുള്ള 2 പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തു. പ്ലാന്റ്സ് വിച്ച് ഡിഫർ ഇൻ 2 ക്യാരക്ടേഴ്സ്, 2 ക്യാരക്ടേഴ്സ്, അതായത് ഷേപ്പ് ഓഫ് ദ സീഡും കളർ ഓഫ് ദ സീഡിലും വ്യത്യസ്തങ്ങളായ 2 പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പോൾ ഇതിൽ റൗണ്ട് യെല്ലോ അത് ഡോമിനൻറ്റ് ട്രേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നു അത് എഴുതാനായിട്ട്. റൗണ്ട് ഒരു ക്യാരക്ടറിന് 2 അലയിലാണ് സാധാരണ കാണുന്നത്. അതുകൊണ്ട് മെൻഡൽ അതിന് 2 ലെറ്റേഴ്സാണ് ഉപയോഗിച്ചത്. റൗണ്ടിന് ക്യാപിറ്റൽ ആർ, പിന്നെ യെല്ലോയ്ക്ക് ക്യാപിറ്റൽ വൈ. അതേ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സാണ് നമ്മൾ റിസസീവിന് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ റൗണ്ടിൻ്റെ ഇവിടെ സ്മോൾ ലെറ്റേഴ്സ് സ്മോൾ ആർ റിങ്കിളിന് കൊടുക്കുന്നു. ഗ്രീനിന് അതേ ലെറ്റേഴ്സ് സ്മോൾ വൈ ഗ്രീനിനും കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 2 ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ 4 അലീൽസ് 2ൻ്റെയും കൂടി വരും. അപ്പോൾ അത് ഒന്ന് റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഗ്യാമേറ്റ്സ് എഴുതുക. ഇതിൻ്റെ ഗ്യാമേറ്റ്സ് എങ്ങനെ വരും? ഈ ഒരു ക്യാരക്ടറിൻ്റെ 2 അലയിൽ ഒരു ഗ്യാമേറ്റ് വരും. അതായത് ഒരു ക്യാപിറ്റൽ ആർ. ഇതിൻ്റെ അടുത്ത ക്യാരക്ടറിൻ്റെയും 2 അലീലുകളിൽ ഒരെണ്ണം വരും. അതുപോലെ അടുത്ത ഗ്യാമേറ്റും ഫോം ചെയ്യും. ഒരു തരം ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണമേ എഴുതുന്നുള്ളൂ. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ ആണ് ഒരു ഗ്യാമേറ്റ്. ഇവിടെ സ്മോൾ ലെറ്റേഴ്സ് സ്മോൾ അലീൽസ് ആണ്. അതുകൊണ്ട് സ്മോൾ ആറും സ്മോൾ വൈയും ഒരു ഗ്യാമേറ്റിൽ വരുന്നു. അപ്പോൾ ഇങ്ങനെ 2 ഗ്യാമേറ്റ്സ് ആണ് അവിടെ ഫോം ചെയ്യുക. ആ ഗ്യാമേറ്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഈ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എഴുതുക. ഈ ക്യാപിറ്റൽ വൈ, ഇതിൽ സ്മോൾ വൈ. അപ്പോൾ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ എന്ന കോമ്പിനേഷനാണ് കിട്ടുന്നത്. അതെന്തായിരിക്കും? ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് അത് റൗണ്ട് ആയിരിക്കും, ക്യാപിറ്റൽ വൈ ഉള്ളത് കൊണ്ട് അത് യെല്ലോ ആണ്. അപ്പോൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഓർ ഫീനോട്ടിപ്പ് എന്തായിരിക്കും? റൗണ്ട് യെല്ലോ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിൽ പഠിച്ചതുപോലെ തന്നെ ഒരു ക്യാരക്ടറാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. റൗണ്ട് യെല്ലോ പേരൻ്റൽ ക്യാരക്ടേഴ്സിൽ ഒരെണ്ണമേ കിട്ടിയുള്ളൂ. ആ ജനറേഷനെയാണ് നമ്മൾ F1 ജനറേഷൻ എന്ന് പറയുക. അതിവിടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? F1 ഇൻറ്റു F1. അതിനെ തമ്മിൽ സെൽഫ് പോളിനേഷന് വിധേയമാക്കണം. അതായത് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ ആണ് ഇവിടുത്തെ സ്റ്റെപ്പ്. അതാണ് ചുരുക്കി സെൽഫിങ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ എന്നിട്ട് അതേ 2ൻ്റെയും ഗ്യാമേറ്റ്സ് എഴുതണം. ഈ 2 പ്ലാന്റ്സ് ഇവിടെ ഒരെണ്ണമാണ് സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ആ 2 പ്ലാന്റ്സിൻ്റെയും ഗ്യാമേറ്റ്സ് നമ്മളൊരു പണറ്റ് സ്ക്വയർ വരച്ചിട്ട് 2 വശങ്ങളിലായിട്ട് എഴുതണം. ലെഫ്റ്റ് സൈഡിൽ ഫീമെയിൽ ഗ്യാമേറ്റ്സ്, ഫീമെയിലിൻ്റെ ചിഹ്നം, ഫീമെയിൽ ഗ്യാമേറ്റ്സ്. ഇവിടെ ടോപ്പിൽ മെയിൽ ഗ്യാമേറ്റ്സ്, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ഗ്യാമേറ്റ്സ് എഴുതുക. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ 2 അലയിൽ ഒരു ക്യാരക്ടറിൻ്റെ 2 അലയിൽ ഒരു ഗ്യാമേറ്റ് വരുന്നു. അതുകൊണ്ട് ക്യാപിറ്റൽ ആർ, അടുത്ത ക്യാരക്ടറിൽ ക്യാപിറ്റൽ വൈയും വരുന്നതാണ് ആദ്യത്തെ ഗ്യാമേറ്റ്. പിന്നെ ഈ രണ്ടാമത്തെ സ്മോൾ ആറും ആദ്യത്തെ ക്യാപിറ്റൽ വൈ അടുത്ത ഗ്യാമേറ്റ്. അങ്ങനെ അതുപോലെ മൂന്നാമത്തതിൽ ക്യാപിറ്റൽ ആറ് ഇപ്പുറത്തുള്ള സ്മോൾ വൈ അതും ചേർന്ന് ഒരു ഗ്യാമേറ്റ്. പിന്നെ മിച്ചം വരുന്നത് ഇങ്ങനെ എടുക്കാം നമുക്കത്. അപ്പം ഇതിൽ ക്യാപിറ്റൽ ആർ, ഇങ്ങനെ ക്യാപിറ്റൽ വൈ, അതുപോലെ ഈ സ്മോൾ ആറ് ഇത് ആയിട്ട് അങ്ങനെ ക്യാപിറ്റൽ വൈ. ഇതേപോലെ ആ ഓരോ ക്യാരക്ടറിൻ്റെ ഒരു അലയിൽ ഒരു ഗ്യാമേറ്റിൽ വരുന്നു. അങ്ങനെ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, പിന്നെ സ്മോൾ ആർ,
ക്യാപിറ്റൽ വൈ, പിന്നെ അടുത്ത ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. അങ്ങനെ 4 കോമ്പിനേഷനാണ് നമുക്ക് കോമ്പിനേഷനുള്ള ഗ്യാമേറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുക. അതുപോലെ തന്നെ സെയിം ഗ്യാമേറ്റ്സ് ഈ പ്ലാന്റ്സിനും ഇപ്പുറത്ത്. അത്തരം 4 തരം ഗ്യാമേറ്റ്സ് അവിടെ ഫോം ചെയ്യുന്നു. അതേ ഗ്യാമേറ്റ്സ് ഇവിടെയും നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഈ ഗ്യാമേറ്റിനെ ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് എഴുതണം ആദ്യത്തെ കോളത്തിൽ. അതായത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ആണ് ആദ്യം. ഇവിടെയും ആദ്യത്തെ ഗ്യാമേറ്റ് അത് തന്നെയാണ്. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന കോമ്പിനേഷൻ കിട്ടുന്നു. പിന്നെ രണ്ടാമത്തെ ഈ ഗ്യാമേറ്റും ആദ്യത്തെ ഫസ്റ്റ്, അതായത് ഈ 1 2 3 4 ഗ്യാമേറ്റും ഈ ആദ്യത്തെ ഫസ്റ്റ് വണ്ണുമായിട്ട് ക്രോസ് ചെയ്ത് എഴുതുക. അപ്പോൾ രണ്ടാമത്തത് ഫസ്റ്റ് വൺ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ, ഇതിലെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ അതുകൂടെ എഴുതും. അതുപോലെ ഇതും മൂന്നാമത്തെ ഗ്യാമേറ്റും ഈ ആദ്യത്തതുമായിട്ട്. അപ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ അങ്ങനെ കിട്ടും. ഈ നാലാമത്തെ ഗ്യാമേറ്റ് സ്മോൾ വൈ എന്നതും ഈ ഫസ്റ്റ് വൺ അതും കൂടി എഴുതുമ്പോഴത്തേക്ക് ആദ്യം ഡോമിനൻ്റ് അലയിൽ നമ്മൾ എഴുതും. അവിടെയുള്ള ആ ലെറ്റേഴ്സ് അങ്ങ് എഴുതിയാൽ മതി. അതിലാദ്യം ഡോമിനൻ്റ് ലെറ്റർ എഴുതണം. അപ്പോൾ ഡോമിനൻ്റ് അലയിലാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇവിടെയും ക്യാപിറ്റൽ ആർ ആണ് ആദ്യം എഴുതേണ്ടത്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് അത് ആദ്യം എഴുതിയിട്ട് ഇവിടുത്തെ സ്മോൾ വൈ എഴുതുക. അപ്പോൾ അങ്ങനെ അത് ആ ക്യാപിറ്റൽ ആർ ആ കോമ്പിനേഷൻ കിട്ടി. വീണ്ടും ഈ ആദ്യത്തെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയും ഇതുമായിട്ട് സെക്കൻഡ് വൺ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഓരോ റോയിൽ ആദ്യത്തായിട്ടുള്ള ക്രോസ് എഴുതി. ഇനി വീണ്ടും രണ്ടാമത്തായിട്ട് ഈ 4 ഗ്യാമേറ്റ്സിനെയും രണ്ടാമത്തായിട്ട് ക്രോസ് ചെയ്ത് എഴുതുക. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇവിടെ, ഈ ക്യാപിറ്റൽ വൈ അതെഴുതി. ഇവിടെ ഇനി അടുത്ത രണ്ടാമത്തെ സ്മോൾ ആർ. അപ്പോൾ ഇവിടെയും സ്മോൾ ആർ ആണ്, അതുകൊണ്ട് രണ്ടും സ്മോൾ ആർ വന്നു. ഇനി ഇവിടെ ക്യാപിറ്റൽ വൈ, ഇവിടെയും ക്യാപിറ്റൽ വൈ ആണ്, അതിവിടെ എഴുതി. ഇനി മൂന്നാമത്തെ ഗ്യാമേറ്റ് ക്യാപിറ്റൽ ആർ ഉണ്ട്, അതാദ്യം എഴുതി. ഇവിടെ സ്മോൾ ആർ ആണ്, അതെഴുതി. ഇവിടെ ക്യാപിറ്റൽ വൈ ആദ്യം ഉണ്ട്, അതെഴുതി. ഇവിടുത്തെ സ്മോൾ വൈ എഴുതി. അതുപോലെ നാലാമത്തേൽ രണ്ടും സ്മോൾ ആർ ആണ്, അതിവിടെ എഴുതി. ഇവിടെ ക്യാപിറ്റൽ വൈ ഉണ്ട്, അതാദ്യം എഴുതി. പിന്നെ സ്മോൾ വൈ ഇവിടെ എഴുതി. അടുത്ത കേസിലും ഇതും ആദ്യത്തെ ആർ വൈ ഗ്യാമേറ്റും ഇവിടുത്തെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആയിട്ട് ക്യാപിറ്റൽ ആർ എഴുതി. ഈ ക്യാപിറ്റൽ വൈ ഇവിടുത്തെ സ്മോൾ വൈ അതെഴുതി. ഇവിടെ രണ്ടാമത്തെ സ്മോൾ ആർ ആണ് ആദ്യം, പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ആർ അതാദ്യം എഴുതുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഈ ക്യാപിറ്റൽ വൈ ഇവിടുത്തെ ഇത് സ്മോൾ വൈ. മൂന്നാമത്തെ ക്യാപിറ്റൽ ആർ ഇവിടെ ഉണ്ട്, അതെഴുതുക. ഇവിടെയും ക്യാപിറ്റൽ ആർ ആണ്, അതെഴുതി. പിന്നെ സ്മോൾ വൈ ആണ് രണ്ട് സ്ഥലത്തും, അതിവിടെ എഴുതി. ഇവിടെ ക്യാപിറ്റൽ ആർ, ഈ സ്മോൾ വൈ അതിവിടെ എഴുതി. ഇവിടെ വീണ്ടും ആദ്യത്തെ ഗ്യാമേറ്റ് ലാസ്റ്റ് വൺ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. സെക്കൻഡ് ഗ്യാമേറ്റ് ഇവിടുത്തെ ലാസ്റ്റ് വൺ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. തേർഡ് ഗ്യാമേറ്റ് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, ഇവിടെ ഇത് ലാസ്റ്റ് വൺ സ്മോൾ ആർ സ്മോൾ വൈ അതും എഴുതി. വീണ്ടും ലാസ്റ്റ് സ്മോൾ ആർ സ്മോൾ വൈ ആണ് ലാസ്റ്റ് ഗ്യാമേറ്റ്. ഇവിടെയും ലാസ്റ്റ് തന്നെ, അതുകൊണ്ട് അതിവിടെ കിട്ടിയത് സ്മോൾ ആർ സ്മോൾ വൈ. ഇനി ഇതിന്റെ ഫീനോടൈപ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണലി ഈ പ്ലാന്റ്സ് എങ്ങനെ ഇരിക്കും. ഇത് ആദ്യത്തെ കോളം എടുക്കുക. ഇവിടെ നമുക്ക് 4 വീതം ഗ്യാമേറ്റ്സ് ഉണ്ടായിരുന്നുകൊണ്ട് 16 കോളങ്ങളിൽ 16 പ്ലാന്റ്സ് ആണ് സെക്കൻഡ് ജനറേഷനിൽ കിട്ടുന്നത്. ഇതാണ് F2 ജനറേഷൻ. ഇനി ഫീനോടൈപ്പ് എഴുതാൻ ആദ്യത്തെ നോക്കുക. രണ്ടും ഡോമിനന്റ് അലീൽസ് ആണ്, അതുകൊണ്ട് ഇവിടെ റൗണ്ട് യെല്ലോ ആണ്. ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്, റൗണ്ട് ആണ്. ക്യാപിറ്റൽ വൈ ആണ്, അപ്പോൾ ഡോമിനന്റ് യെല്ലോ ആണ്, അതുകൊണ്ട് ഇതും റൗണ്ട് യെല്ലോ. അപ്പോൾ ഒരു റൗണ്ട് യെല്ലോ, ഇത് രണ്ടാമത്തെ റൗണ്ട് യെല്ലോ, ഇത് മൂന്നാമത്തെ റൗണ്ട് യെല്ലോ, ഇത് നാലാമത്തെ റൗണ്ട് യെല്ലോ. അത് കഴിഞ്ഞാൽ ഇവിടെ 5ാമത്തെ റൗണ്ട് യെല്ലോ, 6ാമത് റൗണ്ട് യെല്ലോ, 7ാമത് റൗണ്ട് യെല്ലോ, ഇവിടെ 8ാമത്തെ റൗണ്ട് യെല്ലോ, ഇവിടെ 9. അങ്ങനെ 9 റൗണ്ട് യെല്ലോ നമുക്ക് കിട്ടുന്നു. റൗണ്ട് യെല്ലോ 9. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കാം. ഇവിടെ കിട്ടിയത് ഇതെന്താണ്? സ്മോൾ ആർ റിങ്കിൾഡ് ആണ്. എന്നാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വൈ ആണ് വരുന്നത്. റിങ്കിൾഡ് യെല്ലോ ആണത്. റിങ്കിൾഡ് യെല്ലോ എത്രയുണ്ട്? ഇതൊന്ന്, ഇവിടെ ദി കോമ്പിനേഷൻ ഇത് 2, പിന്നെ ഇതിവിടെ
ഇത് 3 റിങ്കിൾഡ് യെല്ലോ ഇവിടെ കിട്ടുന്നു. റിങ്കിൾഡ് യെല്ലോ 3. റിങ്കിൾഡ് യെല്ലോ 3. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കുക. ഇത് റൗണ്ട് ഗ്രീൻ. ക്യാപിറ്റൽ ആർ വരുന്നതുകൊണ്ട് റൗണ്ട് ആണ്. ഈ സ്മോൾ വൈ ഗ്രീൻ. റൗണ്ട് ഗ്രീൻ. റൗണ്ട് ഗ്രീൻ എത്രയുണ്ട്? ഇവിടെ 1. ഇതും റൗണ്ട് ഗ്രീൻ ആണ്. ഇവിടെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് റൗണ്ട് ഗ്രീൻ 3. ഇനി ഒരേ ഒരു പ്ലാന്റ് ഇവിടെ വ്യത്യസ്തമായിട്ടുണ്ട്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതിൽ നിന്ന് ഒരെണ്ണം ഇത് പേരന്റൽ ജനറേഷൻ തന്നെ റിങ്കിൾഡ് ഗ്രീൻ. രണ്ടും സ്മോൾ ലെറ്റേഴ്സ് ആണ്. വൈയും സ്മോൾ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് റിങ്കിൾഡ് ഗ്രീൻ ആണ്. റിങ്കിൾഡ് ഗ്രീൻ ഒരെണ്ണം. നമുക്ക് കിട്ടിയ റേഷ്യോ 9:3:3:1 ആണ്. ഇതാണ് F2 ജനറേഷൻ. F2 ജനറേഷനിൽ കിട്ടിയ ഫിനോട്ടിപ്പിക് റേഷ്യോ. ഇതാണ് ഫിനോട്ടിപ്പിക് റേഷ്യോ. നമുക്ക് F2 ജനറേഷനിൽ 16 പ്ലാന്റ്സ് കിട്ടിയതിൽ ആ റേഷ്യോ എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോ 9:, റിങ്കിൾഡ് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് ഗ്രീൻ എന്ന 4 ഡിഫറെന്റ് കോമ്പിനേഷൻ ഏത് റേഷ്യോയിൽ കിട്ടി? 9:3:3:1 റേഷ്യോയിലാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ മെൻഡൽസിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് പോലെ ഉണ്ടാവുക 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്ത് എടുത്ത എക്സ്പെരിമെന്റിൽ കിട്ടുന്ന F2 റേഷ്യോ. ഈ ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ നിങ്ങൾ തന്നെ എഴുതി നോക്കുക. അത് വ്യത്യസ്തമായിട്ടായിരിക്കും കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും. എങ്ങനെ എഴുതുക? അതിന്റെ ജീനോടൈപ്പ് അനുസരിച്ച് എത്ര പ്ലാന്റ്സ് വരുമെന്ന് എഴുതുക. ഇവിടെ റൗണ്ട് യെല്ലോ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ അങ്ങനെയുള്ള കോമ്പിനേഷൻ ഒന്നാണുള്ളത്. ഈ ആദ്യം എടുക്കുമ്പോൾ അങ്ങനെ എത്ര എണ്ണം ഇതിൽ 16 വരുന്നു എന്ന് എഴുതുക. അതുപോലെ ഇതേ കോമ്പിനേഷൻ തന്നെ. പിന്നെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ കോമ്പിനേഷൻ എത്രയുണ്ടെന്ന് എഴുതുക. പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ വ്യത്യസ്തമായിട്ടാണ് ഇത്. ക്യാപിറ്റൽ ആർ രണ്ടും വരുന്നു. ഒന്നില് ഹെട്രോസൈഗസ്, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ആ കോമ്പിനേഷൻ എത്രയുണ്ടെന്ന് എഴുതുക. അത് തന്നെയാണ് ഇവിടെ വരുമ്പോഴും അതേ കോമ്പിനേഷൻ വരുന്നു. ഇവിടെ സ്മോൾ ആർ, സ്മോൾ വൈ, ക്യാപിറ്റൽ വൈ കോമ്പിനേഷൻ, വേറൊരു കോമ്പിനേഷൻ. അങ്ങനെ ആ ജീനോടൈപ്പ് എത്ര വരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. അതാണ് ജീനോടൈപ്പിക് റേഷ്യോ. അത് വേരിയഡ് ആയിട്ട് വരുന്നു. യു ക്യാൻ റൈറ്റ് ഇറ്റ്. സോ ഇതാണ് മെൻഡലിന്റെ ഡൈ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഇവിടെ കൺസിഡർ ചെയ്യുന്ന 2 ജീനിന് അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സിന് Mendel crossed the 2 plants which differ in 2 characters. അത്തരം ക്രോസിനെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുക. അപ്പോൾ ഇതിന്റെ ബേസിൽ മെൻഡൽ ഒരു ലോ പ്രപ്പോസ് ചെയ്യുന്നു. ആ ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. Law of independent ഈ എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മെൻഡൽ പ്രപ്പോസ് ചെയ്ത ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതായത് when 2 law states that when 2 pairs of traits are combined in a hybrid, ഇവിടെ 2 പെയർ ട്രേറ്റ്സ് ആണ് ഈ ഹൈബ്രിഡിൽ വരുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് F1 ഹൈബ്രിഡ് ആണ്. 2 വ്യത്യസ്ത ഗുണങ്ങളുള്ള പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ F1 ആണ് ഇവിടെ ഹൈബ്രിഡ്. അപ്പോൾ when 2 pairs of traits are combined in a hybrid, 2 പെയർ ട്രേറ്റ്സുകൾ, 2 പെയർ ട്രേറ്റ്സ് ഏതാണ്? ഒരു പെയർ ട്രേറ്റ്സ് ഏതാണ്? റൗണ്ടും റിങ്കിൾഡും. അതായത് ഷേപ്പ് ഓഫ് ദ സീഡ് ആണ് ഒരു പെയർ ട്രേറ്റ്. റൗണ്ട്, റിങ്കിൾഡ് ഒരു പെയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. പിന്നെ കളർ യെല്ലോയും ഗ്രീനും. അങ്ങനെ 2 പെയർ ട്രേറ്റ് ഇവിടെ F1 ഹൈബ്രിഡിൽ കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ when 2 pairs of traits are combined in a hybrid, the segregation of 1 pair of characters is independent of the other pair of characters. That is the law of independent assortment. So when 2 pairs of traits are combined in a hybrid, the segregation of 1 pair of characters is independent of the other pair of characters. ഒരു പെയർ ക്യാരക്ടർ മറ്റൊന്നിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിയുക.
അത് തന്നെയാണ് ഇവിടെ അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ്ലി ദേ അസോർട്ട്, ദാറ്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അസോർട്ട് ഇൻഡിപെൻഡന്റ്ലി. അതുകൊണ്ടാണ് അതിനെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുക. അതായത് റൗണ്ട് റിങ്കിൾഡോ ആയിട്ട് മിക്സ് ആകുകയോ യെല്ലോയും ഗ്രീനും ചേർന്നൊരു മിക്സിങ് നടക്കുകയോ ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ 2 പെയർ ട്രേറ്റ്സിനെ കൺസിഡർ ചെയ്യുന്ന ഹൈബ്രിഡ് അവിടെ അതിന്റെ F2 ജനറേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ക്യാരക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയി അസോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. When 2 pairs of traits are combined in a hybrid, the segregation of one pair of characters is independent of the other pair. അതാണ് law of independent assortment. ക്യാരക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയി അസോർട്ട് ചെയ്യുന്നു. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇതാണ് മെൻഡലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ്. ഇനി നമുക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഈ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീനിന് പകരം മറ്റ് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഈ റൗണ്ടിന് പകരം ടോള്, ഇവിടെ റിങ്കിളിന് പകരം ഡോർഫ് കൊടുക്കാം. അപ്പോൾ ടോൾ യെല്ലോ പിന്നെ ഡോർഫ് ഗ്രീൻ, ഇങ്ങനെ 2 പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന F1 എന്താണ്, F1ന്റെ ഫിനോടൈപ്പ് എന്താണ്. ഫിനോടൈപ്പ് എന്ത് എഴുതണം? ഇവിടെ ടോളാണ് തരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും? ടോൾ യെല്ലോ വരും. അപ്പോൾ ഫിനോടൈപ്പ് ഓഫ് ദ F1 പ്ലാന്റ് ടോൾ യെല്ലോ എന്ന് എഴുതണം. ഇനി പിന്നെ അതുപോലെ അടുത്ത പാർട്ടായിട്ട് ആ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ജീനോടൈപ്പ് എന്താണെന്ന് ചോദിക്കും. F1 ജനറേഷൻ്റെ ജീനോടൈപ്പ് നിങ്ങൾ ഏതാണോ തരുന്നത് ആ ടോൾ വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ടി എന്ന ലെറ്റേഴ്സ് കൊടുക്കാം. അതിനനുസരിച്ച് ഇവിടുത്തെ ലെറ്റേഴ്സ് മാറും. അതായത് ഈ ക്യാപിറ്റൽ ആറിന് പകരം ടി വരും, സ്മോൾ. അങ്ങനെ ആ കിട്ടുന്ന ജീനോടൈപ്പ് എഴുതണം. പിന്നെ റൈറ്റ് ദ ഫിനോടൈപ്പ് ഓഫ് ദ F2ന്റെ ഫിനോടൈപ്പ് എന്താണ് കിട്ടിയത്? 9:3:3:1. അപ്പോൾ F2 ഇങ്ങനെ ക്രോസ് ചെയ്ത് അത് എഴുതിയിട്ട് ആ F2 കിട്ടുന്ന ഈ 9:3:3:1 റേഷ്യോ കിട്ടുന്നത് കൊടുക്കണം. പിന്നെ along with the explanation provided by the Mendel, അവിടെ എക്സ്പ്ലനേഷനും കൂടി കൊടുക്കണം. ഏതാണ് എക്സ്പ്ലനേഷൻ? ആ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ അടിസ്ഥാനത്തിൽ മെൻഡൽ പ്രപ്പോസ് ചെയ്യുന്ന ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. സോ ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് എക്സ്പെരിമെന്റ് മെൻഡൽ പ്രപ്പോസ്ഡ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതുകൊണ്ട് അതും ലോയും കൂടി എഴുതണം. പിന്നെ അല്ലാതെ തന്നെ ഈ ക്രോസ് ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് തമ്മിൽ കൊടുത്തിട്ട് F1ഉം F2 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ പ്രൊവൈഡ് ജനറ്റിക് എക്സ്പ്ലനേഷൻ നമ്മൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ 3 ലോ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അത് എഴുതണം. ഒന്ന് ലോ, ആദ്യത്തെ ലോ ഏതാണ്? ലോ ഓഫ് ഡോമിനൻസ്. ഇവിടെ ഈ F1 ജനറേഷൻ ലോ ഓഫ് ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഒരു ക്യാരക്ടർ മാത്രമാണ് പേരന്റൽ ജനറേഷനിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ലോ ഓഫ് ഡോമിനൻസ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഗ്യാമേറ്റ് ഫോർമേഷൻ ഓരോ അലയിലും ഓരോ ക്യാരക്ടറിന്റെ സെഗ്രിഗേറ്റ് ചെയ്തു പോകുന്നു. ഇപ്പൊ ലോ ഓഫ് സെഗ്രിഗേഷൻ വരുന്നു. പിന്നെ ആ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്യാതെ ഡിഫറെന്റ് കോമ്പിനേഷൻ ഫോം ചെയ്യുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പോൾ 3 ലോയും ഈ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതും കൊടുക്കണം. എത്രയൊക്കെയാണ് പോസിബിൾ ആയിട്ട് ഇവിടുന്ന് വരുന്ന ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് സാധാരണ ഉണ്ടാകുക. We conclude this portion. Okay, thank you.